നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷക റൂമിലേക്ക് എത്തിയാണ്. ഞാൻ ഇന്നലെ ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ ഉണ്ടായിരുന്നു. ആ സിനിമ കാണാൻ ഇന്നലെ പോയി. ആ സിനിമയുടെ പേരാണ് സംശയം എന്നാണ് ആ സിനിമയുടെ പേര്. സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായി മാറി. കാരണം നമ്മുടെ ജീവിതത്തിൽ പല രീതിക്കുള്ള സംശയങ്ങളുണ്ടാവും അല്ലേ? നമുക്ക് നമ്മളെ തന്നെ സംശയിക്കുന്ന ഒരു കാലമുണ്ട്. അതുപോലെ നമുക്ക് തന്നെ വരുന്ന പല സംശയങ്ങൾ നമ്മളിപ്പം ഒരാളുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞത് ശരിയാണോ? അങ്ങനെ ഒരു സംശയങ്ങൾ വരാം. അങ്ങനെ ഏത് രീതി ഒരു മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ജനിച്ചാലും സംശയങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് പല രീതിക്കുള്ള സംഭവങ്ങളാണ്. പക്ഷേ അതിൽ സത്യവും അസത്യങ്ങളുമുണ്ട്. ചിലപ്പോൾ ഒരു അസുഖമായിട്ട് തോന്നാം അല്ലേ? ഈ നമ്മൾ പറയും സംശയ രോഗികളുണ്ടെന്ന് പറയും. അതൊരു അസുഖമായിട്ട് മാറാം. അല്ലെങ്കിൽ ഇത് മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്കുള്ള സംശയത്തിലേക്ക് പോകാം. അത് എല്ലാം നമ്മൾ ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസാണ് വിനയ് ഫോർട്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷറഫും ചെയ്തിരിക്കുന്നത്. ഷറഫുദ്ദീനും വിനയ് ഫോർട്ടും അതോടൊപ്പം തന്നെ ലിജോ മോളും പ്രേമദ കൃഷ്ണ, ഇവർ 4 പേരാണ് കേന്ദ്ര കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരു ജീവിത കഥയാണ്, ഒരു കുടുംബ കഥയാണ്, ഒരു ഫാമിലി സബ്ജക്റ്റ് തന്നെയാണ്. അതിനകത്ത് സിദ്ദിഖ് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്നാതാൻ കേസ് കൂടുതൽ നമ്മുടെ ജഡ്ജ് കുഞ്ഞികൃഷ്ണൻ മാഷിൻ്റെയൊക്കെ ഒരു അച്ഛൻ റോളുകൾ ഈ ഇടയ്ക്ക് ചെയ്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ കുറേ സിനിമകൾ കണ്ടുവന്നപ്പം അച്ഛൻ റോളുകൾ അദ്ദേഹം എന്ത് മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്. അത് രസകരമായ അച്ഛൻ റോളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത്തരം ഒരു സിനിമ ആണ് ഇന്നലെ ഞാൻ കണ്ടത്. നമുക്കറിയാം, എത്രയോ സിനിമകളിലെ പ്രൊഡക്ഷൻ കണ്ടുള്ള ഡിക്സൺ ചേട്ടൻ ഉൾപ്പെടെയുള്ളവരാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ. ബാക്കി നിർമ്മാതാക്കളുടെ പേര് ഞാൻ പറയുന്നില്ല. അവരെല്ലാവരെയും അറിയാവുന്ന ആ ഒരു നിർമ്മാണ കമ്പനിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ചുരുക്കി പറയാം, സിനിമയിലേക്ക് തന്നെ പോകാം. സിനിമ ഇന്നലെയാണ് കണ്ടത്. നാളെയാണ് റിലീസ്. എന്ന് വെച്ചാൽ 16-ാം തീയതിയാണ് റിലീസ്. അതിന് മുമ്പ് കുറേ ആളുകളെ വിളിച്ച്, സെലിബ്രിറ്റികളെയും അതോടൊപ്പം ഇവരുമായിട്ട് അടുത്തിരിക്കുന്ന ആളുകളെയൊക്കെ വിളിച്ച്, കുറച്ച് മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ച് കാണിച്ച സിനിമ. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ജീവിതത്തിൽ പല സംശയങ്ങളും ഉണ്ടാകാം. പക്ഷേ ഇതൊരു ഫാമിലി ഇമോഷനാണ് ഈ സിനിമ. പറയാതിരിക്കാൻ പറ്റില്ല. ഇതിൽ നല്ലൊരു മെസ്സേജുണ്ട്. ഈ മെസ്സേജ് നമ്മൾ ഉൾക്കൊണ്ട് സിനിമ കാണുകയാണെങ്കിൽ ഈ സിനിമ വലിയൊരു ഹിറ്റിലേക്ക് പോകണം എന്നാണ് ഇരിക്കുന്നത്. നമ്മൾ ഉൾക്കൊള്ളണം. പക്ഷേ ഒരു ചെറിയ സിനിമ അത് പറഞ്ഞു പോകുന്ന സബ്ജക്റ്റാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നത്. ഇതിൻ്റെ സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റ് വലിയ രീതിക്ക് തന്നെ ഇത് മേക്ക് ചെയ്തിട്ടുണ്ട്. ക്യാമറ ആണെങ്കിലും ഇതിൻ്റെ പുതിയൊരു ഡയറക്ടറാണ്. ആ ഡയറക്ടർ അതിൻ്റെ രീതിക്ക് തന്നെ പുതുമുഖ സംവിധാനമായ രാജേഷ് രവി, അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ കഥയും എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ സിനിമയാണ്. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ രസകരമായ ടൈറ്റിൽ വരുമ്പോൾ തന്നെ രസകരമായ രീതി. നമ്മൾ ഇന്ന് വരെ കാണുന്ന ടൈറ്റിലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡാർക്കിൽ കാണിച്ച് തുടങ്ങുമ്പോൾ ആ ടൈറ്റിൽ എന്താണ് പറഞ്ഞു പോകുന്നതെന്ന് സിനിമ കണ്ട് തീരുമാനിക്കണം. ടൈറ്റിൽ എഴുതുമ്പോൾ എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സംഭവം എന്ന് നമ്മൾ സിനിമ കണ്ട് തീരുമാനിക്കും. പിന്നീട് ഇവരുടെ ജീവിതകഥയാണ് പറഞ്ഞു പോകുന്നത്. ലിജോ മോള് ഗംഭീരമായിട്ട് ആണ് ഇതിനകത്ത് ഈ വേഷം ചെയ്തിരിക്കുന്നത്. നമ്മൾ ലിജോ മോളിലെ പല ഗെറ്റപ്പുകൾ കണ്ടിട്ട് ഇതിലെ ഗെറ്റപ്പ് നമുക്ക് വേറെ രീതിക്കാണ്. അതോടൊപ്പം വിനയ് ഫോർട്ടിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ കരിയറിൽ പല സിനിമകൾ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത കഥാപാത്രമായി തോന്നിയ കുറേ സിനിമകളുണ്ട്. ആ സിനിമകളിൽ നിന്ന് വേറിട്ടൊരു സിനിമയായിട്ട് തന്നെയാണ് ഈ സിനിമ എനിക്ക് തോന്നുന്നത്. അതിനൊരു സംശയം എനിക്കില്ല. അതാണ് ഈ സിനിമ. ഒരു സംശയം എനിക്കില്ല. വിനയ് ഫോർട്ടിൻ്റെ വ്യത്യസ്ത കഥാപാത്രമാണ്. അത് സോമൻ്റെ കൃതാവ് എന്നൊരു സിനിമ നമ്മൾ കണ്ടത്. അതിൽ വിനയ് ഫോർട്ട് ചെയ്തിരിക്കുന്ന കഥാപാത്രം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട്. അത് വേറെ രീതിക്കാണ് അദ്ദേഹത്തിൻ്റെ മേക്ക് ഓവർ തന്നെ ചെയ്തിരിക്കുന്നത് അല്ലേ. അതിൽ നിന്നും വ്യത്യസ്തമായി തന്നെ ഇതിലും അദ്ദേഹത്തിന് മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിനയ രീതി ഗംഭീരമായിട്ട് ചെയ്തു. നമ്മൾ ഷറഫുദ്ദീനെ പല സിനിമയിലും കണ്ടിട്ടുണ്ട്. ഷറഫുദ്ദീൻ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ശാന്തശീലനായ ഒരു നല്ലൊരു കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന വേദനയൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അദ്ദേഹം അഭിനയിച്ച് കാണിച്ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ആ സിനിമ എത്രമാത്രം ഇഷ്ടപ്പെട്ടാണ് ഇദ്ദേഹം ഈ സിനിമ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് തോന്നുന്നു ഇതൊരു നടന്ന സംഭവമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സംഭവം അങ്ങനെ ഒരു നടന്ന സംഭവമായിട്ട് ഞാൻ ഇത് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് സിനിമാറ്റിക്കായിട്ട് അത് ഗംഭീരമായിട്ട് ചെയ്തു. ഒരു അമ്മയും മോനും, അല്ലെങ്കിൽ ഒരു അമ്മയും മോനും അതുപോലെ അച്ഛനും മോനും, അങ്ങനെ ഒരു കോംബോ ഉണ്ട് ഈ സിനിമയ്ക്ക്. അത് വർക്കൗട്ട് ആകുമ്പോൾ നമ്മളൊരു വലിയ മെസ്സേജ് കൊണ്ട് വെക്കുന്നുണ്ട്.
അവസാന ക്ലൈമാക്സ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലേക്ക് കൊണ്ടുവയ്ക്കുന്നത്. അത് നമ്മുടെ കൂടുതലും അമ്മമാർക്കൊന്ന് കണ്ണു നനയും. കാരണം അത് അങ്ങനെ ഒരു സീനാണ് കേട്ടോ. ആ ഒരു സീൻ കാണുമ്പോഴാണ് നമ്മളൊക്കെ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരമ്മയുടെ വാത്സല്യം, ഒരച്ഛൻ്റെ വാത്സല്യം, അച്ഛനിലും കൂടുതലും വാത്സല്യം അമ്മയ്ക്കാണ്. പക്ഷെ അമ്മയുമായിട്ടാണ് നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ അമ്മയുമായിട്ടാണ് അടുക്കുന്നത്. അപ്പോൾ ഒരു അമ്മയുടെ വാത്സല്യമുണ്ട്. അപ്പം അച്ഛൻ്റെ വാത്സല്യം വേറെ. അച്ഛൻ എന്ന് പറയുമ്പോൾ ആ വാത്സല്യം അങ്ങനെ കാണിക്കാറില്ലായിരിക്കാം ചിലപ്പോൾ അച്ഛൻ. എന്നാൽ അച്ഛൻ്റെ ഉള്ളിൽ ഭയങ്കര വാത്സല്യമായിരിക്കും. എന്നാൽ അമ്മയ്ക്കുള്ളൊരു വാത്സല്യം വേറെ ആയിരിക്കും. പക്ഷെ ആ രണ്ട് വാത്സല്യം ഒരുമിച്ച് കോർത്തിണക്കുമ്പോൾ ആ മക്കൾക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് ഈ സിനിമ കണ്ടാൽ മനസ്സിലാകുന്നത്. എങ്ങനെയാണ് ആ വാത്സല്യമെന്നും എങ്ങനെയാണ് അച്ഛനും അമ്മയും ഒരു മകൻ്റെ ഒരു ജീവിതം, മകൻ ജനിച്ചു കഴിഞ്ഞാൽ ഒരു വളർച്ച മുതൽ നമുക്കൊരു 18 വയസ്സാകുന്നവരെ ഒരു മകനായാലും ഒരു മകളാണെങ്കിലും അവരുടെ ജീവിത പശ്ചാത്തലത്തേക്ക് ഈ പേരൻസിൻ്റെ ഒരു ഉള്ളടക്കമുണ്ടല്ലോ. എന്ന് വെച്ചാൽ ആ പേരൻസിനുണ്ടാകുന്ന ഒരു കൈവഴക്കം, എന്ന് വെച്ചാൽ ആ കുട്ടികളെ ഉള്ളം കയ്യിലിട്ട് വളർത്തിയ കൈവഴക്കമുണ്ടല്ലോ, അത് 18 വയസ്സാകുമ്പോഴും ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ പേരൻസിന്. അതെല്ലാം ഈ സിനിമയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല മനോഹരമായിട്ട് സിനിമ നമ്മളെ ബോറടിപ്പിക്കാതെ കൊണ്ടുപോകുന്നു. എന്നെ സംബന്ധിച്ചാൽ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോകുമ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ആ സിനിമ ഒന്ന് മാറി മറിയുകയാണ്. ആ സിനിമ മാറി മറിയുമ്പോൾ നമുക്ക് ആ സിനിമയ്ക്ക് നമുക്ക് കൃത്യമായിട്ടൊരു ഇങ്ങനെ ആയിരുന്നോ ഇത് തീരേണ്ടത്, ഇങ്ങനെ തീർന്നാൽ മതിയോ എന്നൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു ഇത്. ഗംഭീരമായിട്ട് തന്നെ ഈ സിനിമ വന്നിട്ടുണ്ട്. അതിന് നല്ല പാട്ടുണ്ട്, നല്ല മ്യൂസിക്കുണ്ട്. മ്യൂസിക് ഹിഷാം അബ്ദുൽ വഹാബാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ക്യാമറ ഗംഭീരമായിട്ട് മനീഷ് മാധവൻ ഇതിൻ്റെ ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി ആളുകളുണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിൽ എല്ലാം കൊണ്ടും മെച്ചപ്പെട്ട ഒരു സിനിമയാണ്. എനിക്കൊരു സംശയമില്ലാതെ പറയാം, സിനിമ നല്ല സിനിമയാണ്. ഫാമിലി ആയിട്ട് പോയി കാണാം, ഒരു മാറ്റമില്ല. ഫാമിലി ആയിട്ട് തന്നെ കാണേണ്ട സിനിമയാണ്. അതിപ്പോഴും ഞാൻ പറഞ്ഞു, ഒരു ഫാമിലി ആയിട്ട് തന്നെ കാണേണ്ട സിനിമയാണ്. നമ്മളൊരു കല്യാണം കഴിഞ്ഞ് ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളൊരു കുട്ടികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടാവും, ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിക്കുന്നവർ, അവരെല്ലാം ഈ സിനിമ കാണും. കുട്ടി ഉണ്ടായി കഴിയുമ്പം ആ കുട്ടിയോടുള്ള സ്നേഹം എങ്ങനെയാണ് നമ്മൾ കാണിക്കേണ്ടതെന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ, പുതിയ ജോഡികളാകുമ്പോൾ അവരിത് കാണേണ്ട സിനിമയാണ്. അങ്ങനെ കുട്ടിയുടെ വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ എങ്ങനെയാണ് നമ്മളോട് ചേർത്ത് പിടിക്കേണ്ടതെന്ന് അവർ കാണേണ്ട സിനിമയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരു ഭാര്യ ഭർത്താവും അതോടൊപ്പം കുട്ടികളുമായി പോയിരുന്ന് കണ്ട് ഈ സിനിമ പിന്നീട് നമ്മൾ വീട്ടിൽ പോകുമ്പോഴും നമുക്ക് ഈ സിനിമ കണ്ടിട്ട് സംശയങ്ങൾ ഉണ്ടാക്കാൻ ഒരു സാധ്യതയുണ്ട്. അങ്ങനെ കാണേണ്ട ഒരു സിനിമയാണ്. നിങ്ങൾക്ക് പോയി സിനിമ കാണാം. എന്തായാലും ഞാൻ കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ ഒരു കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവരുടെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പലരും പല ആളുകളായിരിക്കും, പല രീതിക്കാണ് ഈ സിനിമ. എനിക്കിഷ്ടപ്പെട്ട സിനിമ, എൻ്റെ ഒരു റൂട്ട് ഇതാണ്. കണ്ട സിനിമയെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സിനിമയാണ്. അതുകൊണ്ട് കണ്ടാൽ മാത്രമേ ഈ സിനിമ എവിടെയാണ് എത്തുന്നത്, എങ്ങനെയാണ് പോകുന്നതെന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് സിനിമ കാണുക. ഞാൻ ഇപ്പോഴും പറയും, വിനയ് നിങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു. ഷറഫെ ഗംഭീരമാണ്, മറ്റ് താരങ്ങളെല്ലാം ഗംഭീരമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോടുള്ള ഇത്രമാത്രം എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാൻ തോന്നിയത്. നിങ്ങൾ ചെയ്തു വെച്ചിരുന്ന കഥാപാത്രങ്ങൾ, പല കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ശാന്തമായ ഒരു നല്ല രീതിയിൽ ആ കഥ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ സിനിമയിലെ അഭിനേതാക്കളും ഇതിൻ്റെ പിന്നണി പ്രവർത്തിച്ചവരും എല്ലാം കൂടി ഒരുക്കി തന്നിരിക്കുന്നത്. അപ്പോൾ സിനിമ കാണുക. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.